ഒരുപാട് കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നത് കാട്ടിൽ പോയിട്ട് പുലിനെ കാണുന്നു. അങ്ങനെ കാട്ടിൽ പോയിട്ട് പുലിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെത്തിയിട്ടുള്ളത് കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ഇവിടെ പുലി, കടുവ അങ്ങനെയുള്ള എല്ലാ ആനിമൽസിനെയും നമുക്ക് നാച്ചുറൽ ആയിട്ട് കാണാൻ പറ്റും. ആദ്യം നമ്മൾ മാനിനെയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴായിരുന്നു പെട്ടെന്നൊരു അലാങ്കോള് കേട്ടത്. അതായത് വാവ്, ഈ നമ്മളെ നാട്ടിൽ കാണുന്ന, അതായത് നമ്മളെ സൂവിൽ കാണുന്ന പോലെ ഒന്നും അല്ല ഗൈസ് യഥാർത്ഥ കടുവനെ കാണുമ്പോൾ വേറൊരു ഫീലാണ്. നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ വരും. ലൈക്ക് എന്താ പറയുക, ആദ്യം നമ്മൾ ബസ്സിലാണ് പോയത്. സെക്കൻഡ് നമ്മൾ ജിപ്സി എടുത്തു ഗൈസ്. അതായത് നമുക്ക് കൂടുതൽ കാണണം എന്നില്ല ഒരു ഇത്. ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടിയാണ് ഈ ഫോറസ്റ്റ് സഫാരിക്ക് വേണ്ടിയിട്ടുള്ളത്. ഹീസ് എ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. സെക്കൻഡ് ടൈം ജിപ്സി എടുത്തത് എന്താ വെച്ചാൽ, ബസ് പോകുന്ന വഴിയിലല്ല ഗൈസ് ജിപ്സി പോകുന്നത്. നമുക്ക് വേറെ വഴി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതായത് കാടിന്റെ മറ്റൊരു സോണിലോട്ടാണ് ജിപ്സിയിൽ പോവാം. സോ നമുക്ക് കാടിന്റെ മറ്റൊരു സോണും കൂടെ കാണാനും പറ്റും. എക്സ്ട്രാ സൈറ്റിംഗ് ഉണ്ടായി കിട്ടുകയും ചെയ്യും. കിട്ടി നമുക്കൊരു പുള്ളിപ്പൊലിയാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ് അതിന്റെ നോട്ടമൊക്കെ കാണാൻ. പിന്നെ ഇത് മ്ലാവാണ് ഗൈസ്, ഇതിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. ജിപ്സി പോകുന്നതുകൊണ്ട് വേറൊരു ഉപകാരം കൂടി ഉണ്ട്. നമുക്കൊരു സൈറ്റിംഗ് കിട്ടിയ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഫോട്ടോ എടുക്കാൻ ഇത് അടിപൊളിയാണ്. ലൈക്ക് വേറെ തിരക്കൊന്നും ഇല്ലാതെ നേരിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ കാട്ടുകോഴി, ആന, അങ്ങനെ പല സൈറ്റിംഗ് ഒക്കെ കിട്ടി. അടിപൊളിയായിരുന്നു ഓവറോൾ. അവസാനം അവിടുത്തെ സഫാരിയും കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട് വഴി ചുരം ഇറങ്ങി വയനാട്ടിൽ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങി, ലൈക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ, അങ്ങനെ കോഫിയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. കാസർഗോഡേക്ക് ഇറങ്ങി വന്നു ഗൈസ്.